ഞാൻ ആ വീഡിയോ കണ്ടപ്പം എനിക്കതൊന്ന് ചെയ്തു നോക്കാൻ തോന്നിയത് അതിലെ കമന്റ്സ് കണ്ടിട്ട് തന്നെയാണ്. ആളുകൾക്ക് ഇത് സർപ്രൈസിംഗ്ലി ഇപ്പൊ വരെ എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയില്ലായിരുന്നു. ഞാനാണ് എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് ചെയ്യാറ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്ന് വെച്ചാൽ ഒരു ഹാർട്ട് ഷേപ്പിലെ ഇയറിംഗ് ആയിരുന്നു. അവരത് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഈ കമന്റ്സ് കാണുന്ന സമയത്തും ഒക്കെ എന്റെ ഉള്ളിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയും ചെറിയൊരു കാര്യം ചെയ്താൽ ഇങ്ങനെ നടക്കൂ. ഒരുപാട് ആളുകൾ, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് അതിനുണ്ടായിരുന്നു. എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻ നടന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് മാത്രം മതി. മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. ഓക്കെ, മോട്ടിവേഷണൽ വീഡിയോ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഒരു വീഡിയോയും ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയും ഒരു മോട്ടിവേഷണൽ വീഡിയോ അല്ല. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രിക്ക് പറഞ്ഞു തരാനായിട്ടാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ട്രിക്കിന്റെ പേരൊന്നും അറിയില്ല. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹിന്ദി യൂട്യൂബ് ചാനൽ എനിക്ക് ഒരു സജഷൻ ആയിട്ട് വന്നു ഈ ഒരു വീഡിയോ. അന്നൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് മാറിയ ഒരു മെത്തേഡായിരുന്നു ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് മാത്രം മതി. ഒരു പേപ്പറോ പേനയോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. സോ നിങ്ങൾ ചെയ്യാതെ പോവരുത്. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കാരണം ഞാനും ആ സമയത്ത് സമയം ഒന്നും നോക്കാതെ ചെയ്ത ഒരു കാര്യമാണ്. പകലാണ് ഞാൻ ചെയ്തത്. ആൻഡ് എനിക്ക് ഈവനിങ്ങോടുകൂടി അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു അത്. സോ ഞാൻ ആ ഒരു സ്റ്റോറി പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനൊരു ഹിന്ദി ചാനൽ വന്നു. എനിക്കൊരു സജഷൻ ആയിട്ട് വരികയാണ്. മാനിഫെസ്റ്റേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് കണ്ടു. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്ന അത്രയും നല്ല രീതിയിൽ എനിക്ക് ഹിന്ദി മനസ്സിലാവത്തില്ല. അപ്പൊ ഞാൻ ഒരു 2-3 പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് പറയുന്ന ആ ഒരു മെത്തേഡ് എന്താണെന്ന് കാണാൻ. കാരണം അത് ആ സമയത്ത് തന്നെ ഒരു 5 to 6 lakhs അത്രയും വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അത് വീണ്ടും കേട്ടോണ്ടിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു അതിലൊരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു. അപ്പൊ ആ പിൻഡ് കമന്റ് ഞാൻ നോക്കിയപ്പോൾ അതൊരു ഇംഗ്ലീഷ് വേർഷനാണ്. അതായത് ഇതിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു കമന്റ് ആയിരുന്നു പിൻ ചെയ്ത് വെച്ചിരുന്നത്. സോ ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മാനിഫെസ്റ്റേഷൻ നടക്കുമോ എന്ന്. അപ്പോഴാണ് ഞാൻ ബാക്കിയുള്ള കമന്റുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഒരുപാട് ആളുകൾ, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് അതിനുണ്ടായിരുന്നു. എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻ നടന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. സോ എല്ലാവരും ഷോക്ക്ഡ് ആയി, സർപ്രൈസ്ഡ് ആയി എന്ന് പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. സോ ഞാനും അന്നേരം വിചാരിച്ചു എന്നാൽ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ആ ഒരു സമയത്ത്, അതായത് ഈ വീഡിയോ കണ്ടു, ഫോൺ മാറ്റി വെച്ചു, അപ്പൊ തന്നെ ചെയ്തു. പിന്നെ ഞാൻ ആ കാര്യത്തെ കുറിച്ച് മറന്നും പോയി. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു വിഷ്, നമ്മളുടെ ഒരു ആഗ്രഹം മനസ്സിൽ ആലോചിക്കാം. അത് സന്തോഷത്തോടെ നമ്മൾ എപ്പോഴും വേണം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ കേട്ടോ. നമ്മൾ നിരാശയിലിരിക്കുമ്പോഴൊന്നും അല്ല ചെയ്യേണ്ടത്. ഞാൻ എപ്പോൾ ചെയ്യുമ്പോഴും എൻ്റെ ഒരു എനർജി ക്ലെൻസ് ചെയ്തിട്ടാണ് ഞാൻ ആ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് ചെയ്തു, വിഷ് ചെയ്തതിന് ശേഷം അവർ പറയുന്ന ആ ഒരു ചെറിയ കാര്യം ചെയ്തു. ആൻഡ് അത് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു മെത്തേഡിലേക്ക് ഞാൻ ചിന്ത കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ അവരത് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഈ കമന്റ്സ് കാണുന്ന സമയത്തും ഒക്കെ എന്റെ ഉള്ളിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയും ചെറിയൊരു കാര്യം ചെയ്താൽ ഇങ്ങനെ നടക്കൂ, അങ്ങനെയൊക്കെ. എനിവേ എനിക്കത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ശരിക്കും മാനിഫെസ്റ്റ് ആയി. ഞാൻ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അപ്പൊ ഇതിന്റെ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ ആയിരുന്നു. അതായത് എനിക്ക് കുറച്ച് നാളായിട്ട് ഒരു കമ്മൽ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കമ്മൽ എന്ന് വെച്ചാൽ ഒരു ഹാർട്ട് ഷേപ്പ്, ഒരു ചെറിയ സ്റ്റഡ് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എന്റെ മനസ്സിൽ ഒരു ഇങ്ങനെ ഒരു 2-3 ആഴ്ചയായിട്ട് ഈ ഒരു തോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നെക്സ്റ്റ് സാലറി കിട്ടുമ്പോൾ വാങ്ങിക്കാം എന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യമാണ് ഞാൻ ആലോചിച്ചത്. കാരണം നമ്മൾ എന്തായാലും ഉടനെ തന്നെ ഇത് മേടിക്കുമല്ലോ എന്നുള്ളൊരു ആഗ്രഹം അതങ്ങനെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഇത് കിടന്നുകൊണ്ട് പെട്ടെന്ന് അതാണ് മനസ്സിലേക്ക് വന്നത്.
പക്ഷെ എനിക്ക് അങ്ങനെ ആരും ഗിഫ്റ്റ് ഒന്നും തരാറൊന്നുമില്ല. ഗിഫ്റ്റ് തരാറ് അങ്ങനെ ബർത്ത്ഡേക്ക് പോലും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയില്ലായിരുന്നു. ഞാനാണ് എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് ചെയ്യാറ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചെന്ന് ഞാൻ വാങ്ങിച്ച് എനിക്ക് എന്നെ ഗിഫ്റ്റ് ചെയ്യും, ഞാനങ്ങ് സന്തോഷിക്കും. അങ്ങനെയാണ് നോർമലി. അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഗിഫ്റ്റ് ചെയ്യും. അല്ലാതെ അതും ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും എനിക്ക് ഗിഫ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും ആരും തരാറില്ല. പക്ഷെ അന്ന് എന്നെ ഇപ്പോഴും ആ ഒരു മൊമെന്റ് ഒക്കെ ഓർക്കുമ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് ഞാൻ. കാര്യം അന്ന് വൈകുന്നേരം എന്റെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ ഒരു സാധനം ഇങ്ങനെ തന്നു എനിക്കത് കയ്യിലേക്ക് മേടിച്ചപ്പോ എനിക്കെന്താ ചിരട്ടയില്ലേ, നമ്മളീ എന്താ പറയാ, ചിരട്ടയല്ല ശരിക്കും കൊപ്ര എന്ന് പറയുന്ന തേങ്ങ ഉണങ്ങുമ്പോ കിട്ടുന്ന ആ ഒരു ഷേപ്പില്, ആ ഒരു ബ്രൗൺ കളറിൽ അങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ ഒരു സാധനം എന്റെ കയ്യിലേക്ക് തന്നു. അപ്പം ഞാനത് മേടിച്ചിട്ട് ഞാൻ എന്താ തേങ്ങായോ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്തു. അപ്പൊ പെട്ടെന്ന് ചെറിയൊരു ഇതാണ്. അപ്പൊ പെട്ടെന്നല്ല അതിങ്ങനെ ഓപ്പൺ, എനിക്ക് മനസ്സിലായത് തേങ്ങ അല്ലാന്ന്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്ന് വെച്ചാല് ഒരു ഹാർട്ട് ഷേപ്പിലെ ഇയറിംഗ് ആയിരുന്നു അത്. ഇപ്പോഴും ഭയങ്കര സർപ്രൈസിങ് ആയിട്ടൊരു മൊമെന്റ് ആണ്. ഒരു ഹാർട്ട് ഷേപ്പ് ഇയറിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഇയറിംഗ് അല്ല. ഇത് ഗോൾഡിന്റെ ഹാർട്ട് ഷേപ്പ് ഗോൾഡ് അങ്ങനെ ഒരു ചെറിയ 2 ഇയറിംഗ് ആണ്. ഞാൻ വിചാരിച്ചത് സ്റ്റോൺ വെച്ചിട്ടുള്ള നടുക്ക് ഇങ്ങനെ ഗ്യാപ്പുള്ള സ്റ്റോണിന്റെ ഷേപ്പിൽ ഹാർട്ട് വരുന്ന ആ ഒരു ഷേപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതല്ലായിരുന്നു. പക്ഷെ ഇത് ഹാർട്ടിന്റെ ഷേപ്പിൽ തന്നെയുള്ള ഗോൾഡൻ ഇയറിംഗ്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമാണ് എന്റെ ഹസ്ബൻഡ് അങ്ങനെ പറയാതെ ഒരു ഗിഫ്റ്റ് എനിക്ക് തരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും ഇതെന്താന്നൊക്കെ ചോദിച്ചു. അപ്പം ആളുടെ ഫ്രണ്ടിന്റെ ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. സോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, എന്താണോ റീസൺ എന്ന് പറഞ്ഞാലും, ഞാൻ എന്താണോ രാവിലെ വിഷ് ചെയ്തത് അത് തന്നെ എനിക്ക് വൈകുന്നേരത്തേക്ക് മാനിഫെസ്റ്റ് ആയി എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഈ മെത്തേഡിലേക്ക് വിശ്വസിച്ചു. അതിനുശേഷം ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഒത്തിരി ആലോചിച്ചു. ഞാൻ കുറെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ മെത്തേഡ് ഒന്ന് നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വളരെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണല്ലോ എന്ന് തോന്നും. ഫസ്റ്റ് നിങ്ങളുടെ എനർജി നിങ്ങൾ ക്ലെൻസ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോ എന്തെങ്കിലും ടെൻഷനിലോ നിരാശയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുക. റിലാക്സ്ഡ് ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിൽ കാണാം. ഓക്കെ, അത് ആ ഒരു ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും ആ ഇയറിംഗ്, ആ ഒരു കമ്മലായിരുന്നു എന്റെ മനസ്സിലുണ്ടായേ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഈ ചൂണ്ടുവിരലാണ്, നിങ്ങളുടെ വലത് കൈയുടെ ചൂണ്ടുവിരൽ. സോ ഈ വലത് കൈയുടെ ചൂണ്ടുവിരൽ അതിന്റെ ഈ എൻഡ് ഉണ്ടല്ലോ, എൻഡ് പോർഷനിൽ 6 തവണ ഇങ്ങനെ പ്രസ് ചെയ്യുക. 1 2 3 4 5 6. ഓക്കെ, ഈ എൻഡിൽ 6 തവണ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഹാർട്ടിൽ 6 തവണ, നിങ്ങളുടെ ഹൃദയഭാഗത്ത് വന്നിട്ട് 6 തവണ ഇങ്ങനെ ചെറുതായിട്ട് ടച്ച് ചെയ്യുക. 1 2 3 4 5 6. ഓക്കെ, ഇത് 3 തവണ റിപ്പീറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. 3 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താ ഞാൻ പല ആക്ടിവിറ്റീസിലേക്കും പോയായിരുന്നു, ഉറങ്ങിയൊന്നുമില്ല, പല ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഞാനും ചെയ്തത്. സർപ്രൈസിംഗ്ലി ഇപ്പൊ വരെ എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഞാൻ പിന്നീട് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഒരുപാട് നോക്കി. ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയും, നമ്മുടെ ഈ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത്, അതിന്റെ ഒരു എൻഡ് പോർഷൻ എന്ന് പറയുന്നത് സോളാർ എനർജിയുടെയും അതുപോലെ ആക്ടിവേഷൻ എനർജിയുടെ ഒക്കെ ഒരു കേന്ദ്രമാണ് എന്നൊക്കെ ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ബട്ട് ഇതാണ് പ്രോസസ്. ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ചൂണ്ടുവിരലിന്റെ എൻഡ് പോർഷനിൽ 6 തവണ പ്രസ് ചെയ്യുക. ആ ആഗ്രഹം ആലോചിച്ചുകൊണ്ട് 6 തവണ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഹൃദയഭാഗത്ത് 6 തവണ ഇങ്ങനെ ഡാബ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങൾക്കും ഉറപ്പായിട്ട് ഇത് റിസൾട്ട് തരും. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് കൂടിയാ പോയാൽ എന്താണ്, ഒരു മിനിറ്റ് അല്ലെ, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഇപ്പോഴും നിങ്ങളോട് ഈ വീഡിയോസിൽ നിങ്ങളുടെ റിസൾട്ട് കമന്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ആ വീഡിയോ കണ്ടപ്പം എനിക്കതൊന്ന് ചെയ്തു നോക്കാൻ തോന്നിയത് അതിലെ കമന്റ്സ് കണ്ടിട്ട് തന്നെയാണ്. ആളുകൾക്ക് ഇത് റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കിത് ചെയ്തു നോക്കാനായിട്ട് ഒരു ആഗ്രഹം കാണും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ വലിയ ഹെർക്കുലിയൻ ടാസ്ക്
ടാസ്ക് ഒന്നും എടുത്തു വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എന്റെ കേസിൽ പറഞ്ഞാൽ ഞാൻ ആ ഇയറിംഗ് വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഓൾറെഡി. സോ അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യലി എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം എന്നിട്ട് പെട്ടെന്ന് ഇയറിംഗ് എന്റെ മനസ്സിലേക്ക് വന്നത്. ആൻഡ് എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഗിഫ്റ്റ് ചെയ്തു എങ്കിലും ഞാൻ നെക്സ്റ്റ് മന്ത് ഒരു ഹാർട്ട് ഷേപ്പ്, ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള, ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ള ഹാർട്ട് ഷേപ്പിൽ ഇയറിംഗ്സ് വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. സോ നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യാം. പക്ഷെ വലിയ വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആളുകളുടെ റിവ്യൂസും റിസൾട്ട്സും ഒക്കെ ഞാൻ ആ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയാലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, ഇനിഷ്യലി നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ശേഷം വലിയ കാര്യങ്ങളിലേക്ക് പോകും. അത് നമ്മളുടെ ബിലീഫ് സിസ്റ്റം, നമ്മളുടെ ഈ അടിക്കെട്ടുണ്ടല്ലോ, അതായത് നമ്മളുടെ ഒരു വീട് പണിയുമ്പോൾ അതിന്റെ ബേസ്മെന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ബിലീവ്സിന്റെ ബേസ്മെന്റ് ഉറപ്പിക്കുക, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക. എനിക്ക് 1-2 കാര്യങ്ങളോട് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. ഓക്കെ, മോട്ടിവേഷണൽ വീഡിയോ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഒരു വീഡിയോയും, ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയും ഒരു മോട്ടിവേഷണൽ വീഡിയോ അല്ല. എന്റെ വേ ഓഫ് ടോക്ക് ഇങ്ങനെയാണ്. എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജന്മനാ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കണം. ഓക്കെ, ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പണ്ട് അധികം ആളുകളോട് സംസാരിക്കാറില്ലായിരുന്നുവെങ്കിൽ പോലും സംസാരിക്കുന്നവരോട് ഇങ്ങനെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ യാതൊരു വ്യത്യാസവും ഇന്നുവരെ വന്നിട്ടില്ല. സോ ഇതൊരു മോട്ടിവേഷണൽ ടോക്ക് ആയിട്ടൊന്നും നിങ്ങൾ കാണരുത്. ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നതും ഇല്ല. 2, ഞാനൊരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ചും അല്ല. എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ, പിന്നെ ഞാൻ പലയിടത്തു നിന്നും പഠിച്ച കാര്യങ്ങൾ, അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ പല ക്ലാസ്സുകളിൽ കൂടി പഠിച്ച കാര്യങ്ങളായിരിക്കാം, ഞാൻ ബുക്സിൽ നിന്നും പഠിച്ച കാര്യങ്ങളായിരിക്കാം, എന്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കും. അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒരു എന്താ പറയുക, ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആവാനായിട്ട് ഒരിക്കലും പ്ലാൻ ചെയ്യുന്നുമില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നതും, അതല്ല ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടാലോ. Bye.